നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്നത് പലതരം വിവാദങ്ങളാണ്. പക്ഷെ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. അത് കേട്ടാൽ ആരും ഒന്ന് അന്തം വിട്ടുപോകും. സാധാരണക്കാരൻ ഒരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുന്ന ഇവിടെ ഇപ്പോൾ പുതിയൊരു വിദ്യ വന്നിരിക്കുകയാണ്. സംഗതി ലളിതമാണ്. പാർട്ടി ഓഫീസിൽ ഒരു ഒളിക്യാമറ വെക്കുക, ദൃശ്യങ്ങൾ പകർത്തി നേതാക്കളുടെ വായ അടുപ്പിക്കുക, പകരം മന്ത്രിയുടെ ഓഫീസിൽ ജോലി സ്വന്തമാക്കുക. കേൾക്കുമ്പോൾ എന്തോ ഒരു മാജിക് പോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷെ ഇത് മാജിക് അല്ല. CPI കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന നാണം കെട്ട ഒളിക്യാമറ വിവാദത്തിലെ റിയൽ സ്റ്റോറിയാണ്. പിണറായി സർക്കാരിലെ ഒരു മന്ത്രി തന്നെ ഇതിൽ ഇടനിലക്കാരനായി എന്ന് കേൾക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാകുന്നത്. എന്താണ് ശരിക്കും അവിടെ നടന്നത്? നമുക്കൊന്ന് വിശദമായി നോക്കാം. സംഭവം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ്. കോട്ടയത്തെ CPI ഓഫീസിലെ അവിഹിതം അവിടുത്തെ ഓഫീസ് സെക്രട്ടറി ഒളിക്യാമറയിൽ പകർത്തി. ഈ വീഡിയോ ദൃശ്യങ്ങളുമായി പുള്ളി നേരെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ അടുത്തേക്ക് ഒരു പോക്കായിരുന്നു. സാധാരണ ഇത്തരം കേസുകളിൽ എന്ത് സംഭവിക്കണം? നിയമവിരുദ്ധമായി ഒളിക്യാമറ വെച്ചതിനെതിരെ നടപടിയെടുക്കണം, അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളിലെ ആരോപണം അന്വേഷിക്കണം. പക്ഷേ ഇവിടെ നടന്നത് ശുദ്ധമായ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ പാർട്ടി നാറും, സർക്കാരും നാറും. അപ്പോൾ പിന്നെ ഒരേ ഒരു വഴി ദൃശ്യങ്ങൾ കയ്യിലുള്ളവന്റെ വായ അടുപ്പിക്കുക എന്നതാണ്. അങ്ങനെയാണ് പി പ്രസാദിന്റെ ഓഫീസിൽ ഈ പരാതിക്കാരന് പെട്ടെന്ന് ഒരു ജോലി ഒപ്പിച്ചു കൊടുക്കുന്നത്. പരാതിക്കാരൻ വിചാരിച്ചത് തന്നെ വലിയ പവറുള്ള തസ്തികയിൽ ഇരുത്തുമെന്നാണ്. പക്ഷേ മന്ത്രി കൊടുത്തത് ഒരു സാധാരണ ക്ലർക്ക് പണി. ദേഷ്യം വന്ന കക്ഷി 2 ദിവസം ജോലിക്ക് പോയിട്ട് ഇപ്പോൾ ഇറങ്ങിപ്പോന്നിരിക്കുകയാണ്. ജോലി കൊടുത്ത് ഒതുക്കാൻ നോക്കിയ മന്ത്രിയുടെ തന്ത്രം അവിടെ പാളി എന്ന് സാരം. ഇവിടെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന പിണറായി വിജയനും ഇടതു നേതാക്കളും ഈ അവിഹിതത്തെക്കുറിച്ച് എന്താണൊന്നും മിണ്ടാത്തത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീവിരുദ്ധത ആരോപിച്ച സമരം ചെയ്തവർ സ്വന്തം പാർട്ടിക്കുള്ളിലെ ഈ അവിഹിത ബന്ധത്തെക്കുറിച്ച് മൗനം പാലിക്കുന്നത് ഇരട്ടത്താപ്പല്ലേ? പാർട്ടി ഓഫീസിനുള്ളിൽ അവിഹിതം നടക്കുക, അത് ഒളിക്യാമറയിൽ പകർത്തുക, എന്നിട്ട് അത് മൂടി വെക്കാൻ സർക്കാർ ജോലി നൽകുക. ഇതാണോ നിങ്ങൾ പറയുന്ന നവകേരളം? നമുക്ക് ആദ്യം നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൽ നിന്ന് തുടങ്ങാം. എപ്പോഴും നന്മയും ആദർശവും മാത്രം സംസാരിക്കുന്ന നേതാവാണ് അദ്ദേഹം. ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ ഡൽഹിയിൽ നടക്കുമ്പോൾ പാവം അറിഞ്ഞില്ല സ്വന്തം മൂക്കിന് താഴെ കോട്ടയത്ത് സ്വന്തം പാർട്ടി ഓഫീസിൽ അവിഹിതം പൂത്തുലയുകയാണെന്ന്. സംഭവം ഇതാണ് ബിനോയ് സാറേ. നിങ്ങളുടെ ഓഫീസിലെ സെക്രട്ടറി ഒരു ഒളിക്യാമറയും കൊണ്ട് നടന്ന് നിങ്ങളുടെ ഒരു നേതാവും മഹിളാ നേതാവും തമ്മിലുള്ള അവിഹിതം അങ്ങ് പൊക്കി. ആ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? പോലീസിനെ വിളിച്ചോ? ഇല്ല. നിങ്ങൾ ചെയ്തത് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? ഇനി അടുത്ത ആൾ നമ്മുടെ പി പ്രസാദ്. പുള്ളി നന്നാക്കുന്നത് പാർട്ടിക്കുള്ളിലെ അവിഹിതങ്ങളാണ്. ഈ ഒളിക്യാമറ ദൃശ്യങ്ങളുമായി വന്നവന്റെ വായ അടുപ്പിക്കാൻ പ്രസാദ് കണ്ടുപിടിച്ച വഴി എന്താണെന്നോ? സ്വന്തം ഓഫീസിൽ അവനൊരു ജോലി കൊടുത്തു. പ്രസാദ് സാറേ, ഈ ജോലി കൊടുക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ കാശെടുത്തിട്ടാണോ? അല്ലല്ലോ, സാധാരണക്കാരന്റെ നികുതി പണമല്ലേ. ഒരു പാർട്ടിക്കാരന്റെ അവിഹിതം മൂടി വെക്കാൻ സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുത്ത് ജോലി നൽകാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? ഒരു ക്രിമിനൽ കുറ്റം മറച്ചു പിടിക്കാൻ കൂട്ടുന്നതിന് നിങ്ങളുടെ പേരിലല്ലേ ആദ്യം കേസെടുക്കേണ്ടത്? പാവം പരാതിക്കാരനാണെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം കിട്ടാത്തതിന് ഇപ്പോഴും പിണക്കത്തിലാണ്. എങ്ങനെയുണ്ട് മന്ത്രിയുടെ ഒരു ബുദ്ധി? ഇനി നമ്മുടെ ക്യാപ്റ്റൻ ഇരട്ടച്ചങ്കൻ പിണറായി വിജയൻ. കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെ എന്ത് നടന്നാലും അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കുന്ന മുഖ്യമന്ത്രി പിണറായി സാറേ, നിങ്ങളുടെ മൂക്കിന് താഴെ ഒരു ഭരണകക്ഷി ഓഫീസിൽ അവിഹിതം നടക്കുന്നു. ആ സ്ത്രീ അപമാനിക്കപ്പെടുന്നു. വീഡിയോ ദൃശ്യങ്ങൾ വെച്ച് വിലവേശൽ നടക്കുന്നു. എന്നിട്ടും നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് എന്തേ മൗനത്തിലാവുന്നത്? സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ കേവലം ഒരു പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നമായി തള്ളിക്കളയാൻ പറ്റില്ല. ഇത് നമ്മുടെ ജനാധിപത്യത്തെയും നീതിന്യായ വ്യവസ്ഥയെയും വെല്ലുവിളിക്കുന്ന ഒന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വർഷത്തെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഒരു സർക്കാർ ജോലിക്കായി PSC പഠനമുറിയിൽ രാപ്പകൽ കഷ്ടപ്പെടുകയാണ്. പ്രായപരിധി കടന്നു പോകുന്നതിന്റെ ആകുലതയിൽ എത്രയോ യുവാക്കൾ ഇവിടെ കണ്ണുനീർ കുടിക്കുന്നു. അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ഭരണകക്ഷി ഓഫീസിലെ അവിഹിത ബന്ധങ്ങൾ ഒളിക്യാമറയിൽ പകർത്തിയ ഒരൊറ്റ കാരണത്താൽ ഒരാൾക്ക് മന്ത്രിയുടെ ഓഫീസിൽ ക്ലർക്ക് പണി ദാനം ചെയ്യുന്നത്. ഇത് അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ മുഖത്തടിക്കുന്നതിന് തുല്യമല്ലേ? മന്ത്രി പി പ്രസാദിനോടും ബിനോയ് വിശ്വത്തിനോടും നമുക്ക് ചോദിക്കാനുള്ളത് ഒന്നേയുള്ളൂ. ഈ ജോലി നൽകുന്നത് നിങ്ങളുടെ തറവാട് സ്വത്തിൽ നിന്നാണോ? അതോ പാർട്ടിക്കാരന്റെ പാപക്കറ കഴുകാൻ ജനങ്ങളുടെ നികുതി പണം വേണോ? ഒരു ക്രിമിനൽ കുറ്റം നടന്നാൽ അത് പോലീസിനെ അറിയിക്കുന്നതിന് പകരം അത് മറച്ചുവെക്കാൻ സർക്കാർ പദവി കൈക്കൂലിയായി നൽകുന്നത് അഴിമതി അല്ലെങ്കിൽ പിന്നെ എന്താണ് അഴിമതി?
പിണറായി വിജയൻ സർക്കാർ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുമ്പോഴും സ്വന്തം പാർട്ടിക്കുള്ളിലെ സ്ത്രീകൾക്ക് പോലും ഇവിടെ നീതിയില്ല എന്നതാണ് സത്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീവിരുദ്ധത ആരോപിച്ച തെരുവിലിറങ്ങിയ ഡിവൈഎഫ്ഐക്കാർ ഇപ്പോൾ വാ പൊത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം എതിരാളികളുടെ കാര്യത്തിൽ മാത്രം കാണിക്കുന്ന ആവേശം സ്വന്തം പാർട്ടിക്കാരുടെ കാര്യത്തിൽ ഇവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണ്. സംഭവം ഇതാണ്, കേരളം ഭരിക്കുന്നവർക്ക് ഇന്ന് നൈതികതയോ ധാർമ്മികതയോ ഇല്ല. ഒളിക്യാമറയും ഔഹിതവും സെറ്റിൽമെന്റുമായി ഈ ഭരണം മുന്നോട്ടു പോകുമ്പോൾ നാറുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരമാണ്. ആദർശം പ്രസംഗിക്കുന്നവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നാറ്റമുണ്ടല്ലോ, അതാണ് ഇപ്പോൾ കോട്ടയത്തെ CPI ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു രാഷ്ട്രീയ വിവാദമല്ല ഇത്, മറിച്ച് ഭരണ സ്വാധീനം ഉപയോഗിച്ച് ക്രിമിനൽ കുറ്റങ്ങൾ എങ്ങനെ അട്ടിമറിക്കപ്പെടുന്നു എന്നതിന്റെ പച്ചയായ തെളിവാണ്. സ്വന്തം പാർട്ടിക്കുള്ളിലെ അവിഹിത ബന്ധങ്ങൾ ഒളിക്യാമറയിൽ കുടുങ്ങുക, ആ ദൃശ്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ പരാതിക്കാരനെ മന്ത്രിയുടെ ഓഫീസിൽ ശമ്പളക്കാരനാക്കി വാഴിക്കുക. രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയും തരം താഴ്ന്ന ഒരു സെറ്റിൽമെന്റ് നമ്മൾ അധികം കണ്ടിട്ടുണ്ടാവില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ സുരക്ഷ പ്രസംഗിച്ച ബിനോയ് വിശ്വവും മാതൃകാ രാഷ്ട്രീയത്തിന്റെ വക്താവായ P പ്രസാദും ഈ കൂട്ടുകച്ചവടത്തിന് കുടപിടിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ മറുപടി പറയേണ്ടി വരും. പാർട്ടിക്കുള്ളിലെ അവിഹിതം ഒതുക്കാൻ ജനങ്ങളുടെ നികുതിപ്പണം ചെലവാക്കുന്ന ഈ ഇടതുപക്ഷ മോഡൽ ബിനോയ് വിശ്വം സാറേ, നിങ്ങൾ എപ്പോഴും പറയാറുള്ള ആ കമ്മ്യൂണിസ്റ്റ് മൂല്യം എവിടെ പോയി? ഒരു മഹിളാ നേതാവ് ഉൾപ്പെട്ട അവിഹിതം പാർട്ടി ഓഫീസിനുള്ളിൽ നടന്നിട്ട് ആ സ്ത്രീക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം വീഡിയോ പിടിച്ചവനെ ജോലി കൊടുത്ത് ഒതുക്കുകയാണ് ഒരു ജനകീയ പാർട്ടിയുടെ ശൈലി. നിങ്ങളുടെ മൂക്കിന് താഴെ നടന്ന ഈ അഴിമതി അറിഞ്ഞില്ല എന്ന് പറയരുത്. അന്വേഷണ കമ്മീഷനെ വെച്ച ഇരയെയും വേട്ടക്കാരനെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന ഈ വിദ്യ നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചു? നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ കേവലം ഒരു പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നമായി തള്ളിക്കളയാൻ പറ്റില്ല. ഇത് നമ്മുടെ ജനാധിപത്യത്തെയും നീതിവ്യവസ്ഥയെയും വെല്ലുവിളിക്കുന്ന ഒന്നാണ്. P പ്രസാദിനോടും ബിനോയ് വിശ്വത്തോടും നമുക്ക് ചോദിക്കാനുള്ളത് ഒന്നേയുള്ളൂ, ഈ ജോലി നൽകുന്നത് നിങ്ങളുടെ തറവാട് സ്വത്തിൽ നിന്നാണോ, അതോ പാർട്ടിക്കാരനെ പാവക്കറ കഴുകാൻ ജനങ്ങളുടെ നികുതി പണം വേണോ? ഒരു ക്രിമിനൽ കുറ്റം നടന്നാൽ അത് പോലീസിനെ അറിയിക്കുന്നതിന് പകരം അത് മറച്ചുവെക്കാൻ സർക്കാർ പദവി കൈക്കൂലിയായി നൽകുന്നത് അഴിമതിയല്ലേ? രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത സാധാരണക്കാരായ CPI പ്രവർത്തകർ പോലും ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.